യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിട്ടും 5 ദിവസമായി പകരം താൽക്കാലിക ചുമതല നൽകാൻ പോലും നേതൃത്വത്തിനായിട്ടില്ല. ഇതിനിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാന ഉപാധ്യക്ഷനും കെ.സി. വേണുഗോപാൽ പക്ഷക്കാരനുമായ ഒ.ജെ. ജനീഷിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ രംഗത്ത് വന്നിട്ടുണ്ട്. സംഘടനാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ലെങ്കിലും കെ.എം. അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്നുള്ളതാണ് എ ഗ്രൂപ്പിന്റെ ആവശ്യം. ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഭിജിത്തിനെ പരിഗണിക്കാതിരുന്നതിന് പകരം ഈ സ്ഥാനമെങ്കിലും നൽകണം. ബെന്നി ബെഹനാനും പി.സി. വിഷ്ണുനാഥും എം.കെ. രാഘവനും അടക്കമുള്ളവർ ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം നേരിൽ കണ്ട് അറിയിക്കുകയും ചെയ്തു. ഇതോടെ ഷാഫി പറമ്പിൽ എല്ലാ അർത്ഥത്തിലും എ ഗ്രൂപ്പിന് പുറത്തായി. അബിൻ വർക്കിയെ ദേശീയ ജനറൽ സെക്രട്ടറി ആക്കണമെന്നാണ് എ ഗ്രൂപ്പ് പറയുന്നത്. മുമ്പ് ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്നു ഷാഫി. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പൂർണ്ണമായും കെ.സിക്കൊപ്പമായി ഷാഫി. ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ പദവിയിൽ നിന്നും നേതൃത്വം പുറത്താക്കിയത്. രാഹുൽ തെറിച്ചതോടെ ആ സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവിലി മുറുകി. ഗ്രൂപ്പ് തിരിഞ്ഞ് പോരാരംഭിച്ചു. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിൽ അബിൻ വർക്കിക്ക് നേരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നിൽ അബിനാണെന്നും സ്ഥാനം ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത്. ബിനു ചുള്ളിയിൽ, കെ.എം. അഭിജിത്ത് എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനത്തേക്കായി എ ഗ്രൂപ്പ് പരിഗണിച്ചിരുന്ന പേരാണ് അഭിജിത്തിന്റേത്. ഏറ്റവും ഒടുവിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ദേശീയ പുനഃസംഘടനയിൽ അഭിജിത്തിനെ ഒഴിവാക്കിയതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു. ദേശീയ പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറി ആയ ആളാണ് ബിനു ചുള്ളിയിൽ. കെ.സി. വേണുഗോപാലുമായുള്ള അടുപ്പം അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ സഹായകരമാകുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ പക്ഷം. എന്നാൽ ബിനുവിനെ ദേശീയ ജനറൽ സെക്രട്ടറിയായി ഉയർത്തി ഒ.ജെ. ജനീഷിനെ നിയമിക്കണമെന്ന് ഷാഫി പറയുന്നു. അങ്ങനെ അവിടെയും പ്രതിസന്ധിയാണ്. നിലവിൽ സംസ്ഥാന ഉപാധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിലിന് കഴിഞ്ഞാൽ സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടും നേടിയ അബിൻ വർക്കിക്കാണ് രമേശ് ചെന്നിത്തല പക്ഷത്തിന്റെ പിന്തുണ. യൂത്ത് കോൺഗ്രസിന്റെ ചട്ടം അനുസരിച്ച് സംഘടനയ്ക്കുള്ളിൽ മത്സരത്തിൽ രണ്ടാമതെത്തിയ ആളെ നിയമിക്കണമെന്നാണ് ആവശ്യം. ഇവിടെ മത സാമുദായിക പരിഗണനകൾ ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്നും അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് തന്നെ നടത്തേണ്ട കാര്യമില്ലായിരുന്നു എന്നും ചെന്നിത്തല പക്ഷം വാദിക്കുന്നു. സ്വാഭാവിക നീതി നടപ്പാക്കണമെന്ന കടുത്ത നിലപാടിലാണ് ചെന്നിത്തല വിഭാഗം. അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനും കെ.സി. വേണുഗോപാൽ പക്ഷക്കാരനുമായ ഒ.ജെ. ജനീഷിനു വേണ്ടി ഷാഫി പറമ്പിൽ രഹസ്യ നീക്കം ആരംഭിച്ചത്. ബിനു ചുള്ളിന്റെ പ്രായപരിധി തിരിച്ചടിയാകുമെന്നും ഷാഫി പറയുന്നുണ്ട്. ഷാഫി സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ജനീഷ്. ഐ ഗ്രൂപ്പുകാരനായിരുന്ന ജനീഷ് പിന്നീട് കെ.സി. പക്ഷത്തേക്ക് മാറുകയായിരുന്നു. എന്തായാലും ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഫുൾ പൊരിഞ്ഞ അടിയാണ്. ഇങ്ങനെ പോയാൽ അടുത്ത തിരഞ്ഞെടുപ്പിന്റെ കാര്യം ഏകദേശം സ്വാഹ തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.